കോവിഡ് മഹാമാരി ദുരിതം വിതച്ച 2020-ലും ക്രിസ്ത്യാനോ റൊണാൾഡോ അജയ്യനായി തന്റെ ജൈത്രയാത്ര തുടരുകയായിരുന്നു. മഹാമാരിയുടെ ആശങ്കകൾക്കിടയിലും കളിമികവുകൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത 35-കാരൻ തന്റെ കരിയറിലെ മറ്റൊരു സുവർണാധ്യായത്തിന് അപ്പോഴേക്കും തിരികൊളുത്തി കഴിഞ്ഞിരുന്നു. കൊറോണ മഹാമാരിയുടെ ആ കറുത്ത നാളുകളിൽ ലോകം സ്തംഭിച്ചു നിന്നപ്പോൾ കളിക്കളത്തിന് പുറത്ത് മാനുഷികമായ വലിയ മാതൃകകളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകത്തിന്റെ മനസ്സ് കീഴടക്കിയത്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ 35-കാരന്റെ ബൂട്ടുകൾക്ക് വിശ്രമമുണ്ടായിരുന്നില്ല. 2020 ഫെബ്രുവരി 22 ഇറ്റലിയിലെ ഫെരാരയിലുള്ള പൗലോ മസ സ്റ്റേഡിയം ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. സ്പാൽ എന്ന ചെറിയ ടീമിനെതിരെയുള്ള മത്സരം റൊണാൾഡോയുടെ കരിയറിലെ 1000-ാമത്തെ ഔദ്യോഗിക മത്സരമായിരുന്നു. ഒരു ഫുട്ബോൾ താരത്തിന് സ്വപ്നം കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്ന്. മത്സരത്തിന്റെ 39-ാം മിനിറ്റ് ഗ്വാൻ ക്വാഡ്രാഡോ നൽകിയ ഒരു മികച്ച ക്രോസ് സ്പാൽ പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി റൊണാൾഡോ കൃത്യമായി വലയിലാക്കി. സ്കോർ 1-0. 1000-ാമത്തെ മത്സരത്തിലെ ഗോൾ. ആ ഗോളിലൂടെ റൊണാൾഡോ മറ്റൊരു റെക്കോർഡ് കൂടി കുറിച്ചു. ഇറ്റാലിയൻ സീരിയ എ ചരിത്രത്തിൽ തുടർച്ചയായി 11 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ഖ്യാതി. പച്ചപ്പുൽ മൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന റൊണാൾഡോയുടെ നീക്കങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത മറ്റൊരു വലിയ നേട്ടവും റൊണാൾഡോയെ തേടിയെത്തി. ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗ്, സ്പെയിനിലെ ലാ ലിഗ, ഇറ്റലിയിലെ സീരിയ എ എന്നീ ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ 3 യൂറോപ്യൻ ലീഗുകളിലും കളിച്ച് ഓരോ ലീഗിലും കുറഞ്ഞത് 50 ഗോളുകൾ വീതം നേടുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ഏക കളിക്കാരനെന്ന അപൂർവ റെക്കോർഡ് റൊണാൾഡോ സ്വന്തം പേരിൽ കുറിച്ചു. കളിക്കളത്തിലെ റെക്കോർഡുകൾക്ക് പിന്നാലെ റൊണാൾഡോയെ തേടി വലിയൊരു അംഗീകാരമെത്തി. 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ 2 ദശാബ്ദങ്ങളിൽ ഫുട്ബോൾ ലോകത്തെ തീപിടിപ്പിച്ച മാന്ത്രിക പ്രകടനങ്ങൾ മുന്നിൽ വച്ച് ഗ്ലോബ് സോക്കർ അവാർഡ്സ് കമ്മിറ്റി നൂറ്റാണ്ടിന്റെ താരമായി റൊണാൾഡോയെ തെരഞ്ഞെടുത്തു. 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, റെക്കോർഡ് ഗോൾ വേട്ടകൾ, രാജ്യത്തിനു വേണ്ടി യൂറോ കപ്പും നേഷൻസ് കപ്പും നേടിക്കൊടുത്ത നായകൻ. ഒപ്പം ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി എന്നീ 3 പ്രധാന ലീഗുകളിലും തന്റെ ആധിപത്യം സ്ഥാപിച്ച അസാധാരണ കരിയർ. ഇതൊക്കെയായിരുന്നു ആ വലിയ പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തെ അർഹനാക്കിയത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെയും ഫുട്ബോൾ വിദഗ്ധരുടെയും വോട്ടെടുപ്പിന്റെയും ജൂറിയുടെയും അടിസ്ഥാനത്തിലാണ് റൊണാൾഡോ ആ നേട്ടത്തിന് അർഹനായത്. ദുബായിലെ ആ ആഡംബര വേദിയിലെ സുവർണ നിമിഷങ്ങളുടെ തിളക്കം മായും മുൻപേ ഇറ്റലിയിലെ ടൂറിനിൽ റൊണാൾഡോയെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ പ്രതിസന്ധികളായിരുന്നു. ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുമ്പോഴും യുവന്റസിന്റെ ഡ്രസ്സിംഗ് റൂമിലും ബോർഡ് റൂമിലും കരിനിഴലുകൾ പുകയുകയായിരുന്നു. യുവന്റസ് ക്ലബ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക നൽകിയാണ് റൊണാൾഡോയെ സ്വന്തമാക്കിയത്. ടീം 100 ദശലക്ഷം യൂറോയോളം സാമ്പത്തിക നിക്ഷേപം നടത്തിയതിനു പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വർഷങ്ങളായി ടൂറിനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം തിരികെ പിടിക്കുക എന്നത് മാത്രമായിരുന്നു. മിസ്റ്റർ ചാമ്പ്യൻസ് ലീഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റൊണാൾഡോയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ആ കിരീടം സ്വന്തമാക്കാമെന്നായിരുന്നു
ക്ലബിന്റെയും ലക്ഷക്കണക്കിന് ആരാധകരുടെയും കണക്കുകൂട്ടൽ. എന്നാൽ യാഥാർത്ഥ്യം അതായിരുന്നില്ല. റൊണാൾഡോ ഗ്രൗണ്ടിൽ തന്റെ പരമാവധി നൽകി ഗോളുകൾ അടിച്ചുകൂട്ടിയെങ്കിലും ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ ടീമിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ ഐതിഹാസിക തിരിച്ചുവരവൊഴിച്ചാൽ പിന്നീട് വന്ന സീസണുകളിൽ അജാക്സ്, ലിയോൺ, പോർട്ടോ തുടങ്ങിയ താരതമ്യേന ചെറിയ ടീമുകളോട് പോലും യുവന്റസ് ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് ഘട്ടങ്ങളിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ടീമിന്റെ മൊത്തത്തിലുള്ള നിലവാരവും മധ്യനിരയുടെ ദൗർബല്യവും കാരണം റൊണാൾഡോ പലപ്പോഴും ഒറ്റപ്പെട്ടുപോയി. ഇതോടെ ഇറ്റാലിയൻ മാധ്യമങ്ങളും ആരാധകരും റൊണാൾഡോയ്ക്ക് നേരെ വിമർശന ശരങ്ങൾ എയ്തു തുടങ്ങി. റൊണാൾഡോയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണം ക്ലബിന്റെ മറ്റു മേഖലകളിലെ വളർച്ചയെ ബാധിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലുകളും ശക്തമായി. ക്ലബ്ബ് മാനേജ്മെന്റുമായുള്ള ആശയവിനിമയങ്ങളിലും റൊണാൾഡോയ്ക്ക് അതൃപ്തി ഉടലെടുത്തിരുന്നു. വ്യക്തിഗതമായി റെക്കോർഡുകൾ പലതും നേടിയെങ്കിലും താൻ ഏറ്റെടുത്ത വലിയ ദൗത്യം യുവന്റസിന് ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കുക എന്നത് അപൂർണമായി അവസാനിക്കുന്നതിന്റെ ഭാരം റൊണാൾഡോയുടെ മനസ്സിനെ അലട്ടിയിരുന്നു. എങ്കിലും ആ വലിയ വിമർശനങ്ങൾക്കിടയിലും അവൻ തന്റെ ബൂട്ടുകൾക്ക് വിശ്രമം നൽകാൻ തയ്യാറായിരുന്നില്ല. ക്ലബിന്റെ ദൗർബല്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ തന്റെ പോരാട്ട വീര്യം കൊണ്ട് ആ സീസണിലും യുവന്റസിനെ റൊണാൾഡോ മുന്നിൽ നിന്ന് നയിച്ചു. ഇറ്റാലിയൻ ലീഗിൽ ഗോൾ വേട്ട തുടർന്ന റൊണാൾഡോ സീരിയയിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനുള്ള കപ്പോ കാനോറെ പുരസ്കാരം സ്വന്തമാക്കിക്കൊണ്ട് താനിപ്പോഴും യൂറോപ്പിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ തന്നെയാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. ഇതിനിടയിലാണ് 2020 ഒക്ടോബറിൽ മറ്റൊരു തിരിച്ചടി റൊണാൾഡോയെ തേടിയെത്തിയത്. പോർച്ചുഗൽ ദേശീയ ടീമിനൊപ്പം നിൽക്കെ അദ്ദേഹത്തിന് കോവിഡ്-19 ബാധ സ്ഥിരീകരിച്ചു. ജീവിതത്തിന്റെ കൂടുതൽ സമയവും ഗ്രൗണ്ടുകളിൽ ചെലവഴിച്ചിരുന്ന റൊണാൾഡോ ഡോക്ടർമാരുടെ പരിചരണത്തിൽ റൂമിനുള്ളിൽ ഒതുങ്ങി. ഏതാനും മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ക്ലബിന്റെ ദൗർബല്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ തന്റെ പോരാട്ട വീര്യം കൊണ്ട് യുവന്റസിനെ റൊണാൾഡോ മുന്നിൽ നിന്ന് നയിച്ചു. 2020 ഡിസംബർ 13 നടന്ന ജനോവയ്ക്കെതിരായ മത്സരം റൊണാൾഡോയുടെ കരിയറിലെ മറ്റൊരു വലിയ നാഴികക്കല്ലായിരുന്നു. യുവന്റസ് കുപ്പായത്തിൽ എല്ലാ ടൂർണമെന്റുകളിലുമായി അദ്ദേഹം കളത്തിലിറങ്ങിയ ഔദ്യോഗികമായ 100ാമത്തെ മത്സരമായിരുന്നു അത്. കളിയിൽ പതറാതെ നിന്ന് 2 പെനാൽറ്റി ഗോളുകൾ വലയിലാക്കി അദ്ദേഹം ടീമിനെ 3-1 എന്ന സ്കോറിലേക്ക് നയിച്ചു. ആ കളിയോടെ യുവന്റസിനായി റൊണാൾഡോ നേടിയ ആകെ ഗോളുകളുടെ എണ്ണം 79 ഉയർന്നു. 2020 എന്ന വർഷം റൊണാൾഡോയുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു. കയ്പും മധുരവും നിറഞ്ഞ 2020 എന്ന വർഷത്തിന് വിരാമമിട്ട് 2021 പുതുവത്സരം റൊണാൾഡോ ആഘോഷിച്ചത് തന്റെ കുടുംബത്തോടൊപ്പം ദുബായിലെ ശാന്തവും മനോഹരവുമായ തീരത്തായിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ടിലെ കടുത്ത സമ്മർദ്ദങ്ങളിൽ നിന്നും വിവാദങ്ങളുടെ കൊടുങ്കാറ്റുകളിൽ നിന്നും കുറച്ചു സമയം മാറി റൊണാൾഡോ പ്രിയപ്പെട്ട പങ്കാളി ജോർജീനയോടും മക്കളോടുമൊപ്പം സമയം ചെലവഴിച്ചു. ദുബായിലെ ശാന്തമായ തീരത്ത് കുടുംബത്തോടൊപ്പം പുതുവത്സരം ആഘോഷിച്ച്
പുതിയ പ്രതീക്ഷകളോടെയാണ് റൊണാൾഡോ 2021 കാലെടുത്തു വച്ചത്. പുതിയ വർഷത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയത് അപ്രതീക്ഷിതമായ ചില വിവാദങ്ങളായിരുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇറ്റലിയിൽ അതീവ കർശനമായ യാത്രാ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ പോലും അനുമതിയില്ലാതെ പ്രയാസപ്പെട്ട ആ കാലഘട്ടത്തിലാണ് കാമുകിയായ ജോർജീന റോഡ്രിഗസിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് റൊണാൾഡോ നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് മറ്റൊരു ഇറ്റാലിയൻ നഗരത്തിലേക്ക് യാത്ര ചെയ്തത്. പിയേമോണ്ട്, വാല്ലെ ഡി അവോസ്റ്റ എന്നീ 2 പ്രവിശ്യകളുടെ അതിർത്തി കടന്ന് മഞ്ഞുമലകളിലെ ആ പ്രത്യേക റിസോർട്ടിൽ അവരാഘോഷങ്ങൾക്കായി ഒത്തുകൂടി. ജോർജീന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത സ്നോ മൊബൈൽ റൈഡിന്റെയും ആഘോഷങ്ങളുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി വിഷയം വലിയ വിവാദമായി മാറി. നിയമങ്ങൾ സാധാരണക്കാർക്ക് മാത്രമാണോ? സൂപ്പർ താരങ്ങൾക്ക് നിയമം ബാധകമല്ലേ എന്ന ചോദ്യവുമായി ഇറ്റാലിയൻ മാധ്യമങ്ങളും ജനങ്ങളും രംഗത്തെത്തി. ഇറ്റാലിയൻ പോലീസും അധികാരികളും ഈ സംഭവത്തിൽ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. കളിക്കളത്തിലെ തിളക്കങ്ങൾക്കൊപ്പം തന്നെ വിവാദങ്ങളും ഗോസിപ്പുകളും റൊണാൾഡോയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനങ്ങളുമായി അവൻ വീണ്ടും കളത്തിലേക്കിറങ്ങി. 2021 മാർച്ച് 2 സ്പെസിയക്കെതിരായുള്ള മത്സരം റൊണാൾഡോയുടെ പ്രൊഫഷണൽ കരിയറിലെ 600ാമത്തെ ലീഗ് മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഗോൾ നേടിയതോടുകൂടി ഫുട്ബോൾ ലോകത്ത് അതുവരെ ആരും തൊടാത്ത ഒരു വലിയ റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിച്ചുകൊണ്ട് തുടർച്ചയായി 12 സീസണുകളിൽ കുറഞ്ഞത് 20 ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമെന്ന അപൂർവ നേട്ടം. മെയ് 12 സസോളയ്ക്കെതിരായ നിർണായക മത്സരം. യുവന്റസ് കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു അത്. ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള കടുത്ത പോരാട്ടത്തിൽ നിൽക്കുന്ന യുവന്റസിന് ആ മത്സര വിജയം അത്യന്താപേക്ഷിതമാണ്. സസോളയുടെ ഹോം ഗ്രൗണ്ടായ മാപ്പെ സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. മത്സരത്തിന്റെ 28ാം മിനിറ്റ് യുവന്റസ് കൗണ്ടർ അറ്റാക്കിലൂടെ മുന്നേറുകയാണ്. അഡ്രിയാൻ റാബിയോ നൽകിയ ഒരു ലോങ് പാസ് പിടിച്ചെടുത്ത് റൊണാൾഡോ എതിർ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പറെയും സമർത്ഥമായി കബളിപ്പിച്ച് പന്ത് വലയിലെത്തിച്ചു. ആ ഗോൾ മറ്റൊരു ചരിത്രമായി മാറുകയായിരുന്നു. യുവന്റസ് ക്ലബിന്റെ ചരിത്രത്തിൽ ഇത്രയും വേഗത്തിൽ 100 ഗോളുകൾ തികയ്ക്കുന്ന ആദ്യത്തെ താരമായി റൊണാൾഡോ മാറിയത് ആ ഗോളിലൂടെയാണ്. വെറും 131 മത്സരങ്ങളിൽ നിന്നാണ് റൊണാൾഡോ ആ നേട്ടം സ്വന്തമാക്കിയത്. പിന്നാലെ 2021 മെയ് 19 നടന്ന കോപ്പ ഇറ്റാലിയ ഫൈനലിൽ അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തി യുവന്റസിന് കിരീടം നേടിക്കൊടുത്തതോടെ ആ സീസണിന്റെ തിളക്കം ഇരട്ടിയായി. റെജിയോ എമീലിയയിലെ മാപ്പെ സ്റ്റേഡിയത്തിൽ നടന്ന ആ ആവേശ പോരാട്ടത്തിൽ യുവന്റസ് 2-1 വിജയിച്ച് കിരീടം ചൂടിയപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റൊരു സുവർണാധ്യായം കൂടി പിറന്നു. ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി എന്നീ 3 പ്രധാന ലീഗുകളിലും കളിക്കുകയും ആ ലീഗുകളിലെ ലീഗ് കിരീടം, സൂപ്പർ കപ്പ്, പ്രധാന ഡൊമസ്റ്റിക് കപ്പ് എന്നിവയെല്ലാം സ്വന്തമാക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ഏക കളിക്കാരനായി റൊണാൾഡോ മാറി. ക്ലബ് ഫുട്ബോളിലെ ഈ നേട്ടങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര വേദികളിലും ആ 35-കാരന്റെ ജൈത്രയാത്ര തുടർന്നു.
കോവിഡ് മഹാമാരി കാരണം 2021 മാറ്റിവെക്കപ്പെട്ട യൂറോ 2020 ടൂർണമെന്റിൽ മിന്നുന്ന പ്രകടനമാണ് റൊണാൾഡോ കാഴ്ചവെച്ചത്. ലോക ഫുട്ബോളിലെ വമ്പന്മാർ അണിനിരന്ന ഏറ്റവും കടുപ്പമേറിയ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് പോരാട്ടങ്ങളായിരുന്നു പോർച്ചുഗലിനെ കാത്തിരുന്നത്. ഹംഗറി, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി കരുത്തരായ എതിരാളികൾക്കൊപ്പം പൊരുതിയ ആ ടൂർണമെന്റിൽ റൊണാൾഡോ മാജിക് അരങ്ങേറുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായക മത്സരങ്ങളിലൊന്നിൽ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെതിരെ ബുഡാപെസ്റ്റിലെ പുസ്കാസ് അരീന സാക്ഷ്യം വഹിച്ചത് ഫുട്ബോൾ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു മുഹൂർത്തത്തിനായിരുന്നു. ഫ്രഞ്ച് പ്രതിരോധ നിരയുടെയും ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസിന്റെയും കാവലുകളെ ഭേദിച്ചുകൊണ്ട് ആ മത്സരത്തിൽ 2 ഗോളുകളാണ് റൊണാൾഡോ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചുകൂട്ടിയത്. ആ ഇരട്ട ഗോളുകളോടെ 109 ഗോളുകൾ നേടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇറാനിയൻ ഇതിഹാസം അലി ദായിയുടെ പേരിലുണ്ടായിരുന്ന എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരന്റെ റെക്കോർഡിനൊപ്പം റൊണാൾഡോ എത്തി. ഒപ്പം 5 വ്യത്യസ്ത യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ താരമെന്ന അപൂർവ റെക്കോർഡും ആ വേദിയിൽ പിറന്നു. പോർച്ചുഗൽ പിന്നീട് നോക്കൌട്ട് ഘട്ടത്തിൽ പുറത്തായെങ്കിലും ആ ടൂർണമെന്റിൽ ഉടനീളം റൊണാൾഡോ നടത്തിയ പരിശ്രമങ്ങൾ വെറുതെയായില്ല. കളിച്ച മത്സരങ്ങളിൽ നിന്നാകെ 5 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കിയ റൊണാൾഡോ യൂറോ 2020 ഔദ്യോഗിക ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം തന്റെ പേരിലാക്കി. പ്രായം വെറുമൊരു നമ്പർ മാത്രമാണെന്നും യൂറോപ്യൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ താൻ തന്നെയാണ് അജയ്യനെന്നും ലോകത്തിനു മുന്നിൽ ആവർത്തിച്ചുറപ്പിക്കുന്നതായിരുന്നു ആ സുവർണ നേട്ടങ്ങൾ. പക്ഷെ അപ്പോഴും റൊണാൾഡോയുടെ മനസ്സിൽ വലിയൊരു നിരാശ ബാക്കിയുണ്ടായിരുന്നു. യുവന്റസിനായി ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കുക. ഗ്രൗണ്ടിൽ റൊണാൾഡോ തന്റെ പരമാവധി നൽകി ഗോളുകൾ അടിച്ചുകൂട്ടിയെങ്കിലും ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ ടീമിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ടീമിന്റെ മൊത്തത്തിലുള്ള നിലവാരവും മധ്യനിരയുടെ ദൗർബല്യവും കാരണം റൊണാൾഡോ പലപ്പോഴും ഗ്രൗണ്ടിൽ ഒറ്റപ്പെട്ടുപോയി. താൻ ഏറ്റെടുത്ത ആ വലിയ ദൗത്യം അപൂർണമായി അവസാനിക്കുന്നതിന്റെ ഭാരം റൊണാൾഡോയെ വല്ലാതെ അലട്ടിയിരുന്നു. തന്നെ ചുറ്റിപ്പറ്റിയുള്ള ആ വിമർശനങ്ങളും ക്ലബിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ഒടുവിൽ യുവന്റസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ റൊണാൾഡോയെ ചിന്തിപ്പിച്ചു. യുവന്റസ് വിടാൻ റൊണാൾഡോ തീർച്ചപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഏജന്റ് ജോർജ് മെൻഡസ് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുമായി ചർച്ചകൾ ആരംഭിച്ചു. റൊണാൾഡോയെ പോലുള്ള ബിഗ് പ്ലെയറിന്റെ ഉയർന്ന ശമ്പളവും ട്രാൻസ്ഫർ ഫീയും താങ്ങാൻ കഴിയുന്ന ക്ലബ്ബുകൾ ഫുട്ബോളിൽ കുറവാണ്. ആദ്യം പാരീസ് സെന്റ് ജെർമെയിൻ, PSG, റയൽ മാഡ്രിഡ് തുടങ്ങിയ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നു തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പ്ലാനുകളും കാരണം ആ നീക്കങ്ങൾ പക്ഷേ നീണ്ടുപോയില്ല. ഒടുവിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുമായി ചർച്ചകൾ പുരോഗമിച്ചു. എന്നാൽ റൊണാൾഡോയുടെ പഴയ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും സർ അലക്സ് ഫെർഗൂസനും ഇതിലിടപെടുകയും ഒടുവിൽ സ്വന്തം തട്ടകമായ ഓൾഡ് ട്രാഫോർഡിലേക്ക് തന്നെ തിരികെ പോകാനും റൊണാൾഡോ തീരുമാനിച്ചു.